യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദം സംബന്ധിച്ച കാര്യത്തിൽ സമവായത്തിലെത്താനാകാതെ ദേശീയ നേതൃത്വം. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒറ്റപ്പേര് നിർദ്ദേശിക്കാത്തതാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് തലവേദനയായത്. ഇതോടെ പന്ത് വീണ്ടും ഹൈക്കമാൻഡിന്റെ കോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കകം പുതിയ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കാനാണ് ദേശീയ നേതൃത്വം നീക്കം നടത്തുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് ദേശീയ നേതൃത്വമുള്ളത്. അതിന്റെ ഭാഗമായി ദേശീയ ജനറൽ സെക്രട്ടറി ശ്രാവൺ റാവു കേരളത്തിലെത്തി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എന്നിവരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചു. എന്നാൽ മൂന്നുപേരും പറഞ്ഞ ആളുകളിൽ നിന്നും ഒറ്റപ്പേരിലേക്ക് എത്താൻ ദേശീയ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, KSU മുൻ അധ്യക്ഷൻ KM അഭിജിത്തിന്റെയും യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിലിന്റെയും സംസ്ഥാന ഉപാധ്യക്ഷൻ OJ ജനീഷിന്റെയും പേരുകളാണ് പറഞ്ഞത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ബിനു ചുള്ളിയിൽ, OJ ജനീഷ് എന്നിവരുടെ പേരാണ് മുന്നോട്ട് വെച്ചത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല അബിൻ വർക്കിയുടെ പേര് മുന്നോട്ട് വെച്ചു. എ ഗ്രൂപ്പ് ഒന്നടങ്കം KM അഭിജിത്തിനായും രംഗത്തുണ്ട്. സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക അപവാദത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നതോടെയാണ് കഴിഞ്ഞ 16 ദിവസമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നാഥനില്ലാ കളരിയായി മാറിയത്. തുടർന്ന് ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഭാരവാഹിയായ ആൾ എന്ന രീതിയിൽ അബിൻ വർക്കിക്ക് സാമാന്യനീതി ലഭ്യമാക്കണമെന്നാണ് ചെന്നിത്തല വാദിക്കുന്നത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മർദ്ദനം ഉൾപ്പെടെ വലിയ സമരങ്ങൾ നടത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാവുന്ന നിരവധി വിഷയങ്ങൾ ഉയർന്നു വരുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനില്ലാതെ അനാഥമായി കിടക്കുന്നത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.